തിരുവനന്തപുരം ആര്യശാല കണ്ണേറ്റുമുക്കിന് സമീപം തീപിടുത്തം. യൂണിവേഴ്സൽ ഫാർമ എന്ന ഫാർമിയോ സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടിച്ചത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജിബിൻ വിവരങ്ങളുമായിട്ടുണ്ട്. ജിബിൻ, തീ നിയന്ത്രണ വിധേയമായോ? തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ ഫാർമ എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിലാണ് ഇന്ന് 8:15 ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഇതൊരു 3 നില കെട്ടിടമാണ്. ഇത് മുഴുവനായി തീപിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ താഴത്തെ നിലയിലെ തീ ഇപ്പോൾ പൂർണ്ണമായി അണയ്ക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 2ാമത്തെ നിലയാണ്. ആ 2ാമത്തെ നിലയുടെ അകത്ത് ഇപ്പോഴും തീയുണ്ട്. അത് അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തുണ്ട്. അവരാണ് ഈ ഒരു ശ്രമം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആശങ്കയേറിയ സാഹചര്യം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിന്റെ അകത്ത് ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി കെമിക്കൽസും ഡ്രഗ്സും ഒക്കെ ഇതിന്റെ അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതിലേക്ക് തീ പടർന്നു കഴിഞ്ഞാൽ ആ സാഹചര്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാകും. അതുകൊണ്ടാണ് എത്രയും വേഗം തന്നെ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ഈ വാർഡിന്റെ കൗൺസിലർ, നിലവിലെ കൗൺസിലർ ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് എപ്പോഴാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത്? ഒരു 8:20 ആയിക്കാണ്. ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ബൂത്ത് ഓഫീസ് ഇരിക്കുകയാണ് ഇലക്ഷൻ്റെ. അപ്പോഴിങ്ങനെ ചെറുതായിട്ട് സ്പാർക്കിങ് വന്നു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഓടി വന്ന് ഇവിടെ തന്നെ പോലീസ് അപ്പോഴത്തെ പെട്ടെന്ന് അങ്ങ് ഫയറായി. പെട്ടെന്ന് കത്തിയത് പെട്ടെന്നായിരുന്നു. കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. മെഡിസിനൊക്കെ ആയിരിക്കാം, ഫാർമസി അല്ലേ, പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ പേടിച്ച് പിന്നെ അപ്പുറം ഇപ്പുറം വീട്ടിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഇറക്കി മാറ്റി ഇവിടെ തന്നെ പോലീസിനെ അറിയിച്ചു. ഇവിടെ തന്നെ പോലീസ് എത്തി, ഫയർ സർവീസ് എത്തി. പെട്ടെന്ന് ക്വിക്കായിട്ട് സംഭവം നടന്നു. അതുകൊണ്ട് വലിയൊരു അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ്. സ്ഥാപനത്തിന്റെ 3 നിലയിലും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. 3 നിലയുണ്ടായി. തൊട്ട് അടുത്ത വീടുകളിലുണ്ടായി. അടുത്ത വീടിൻ്റെ ഷീറ്റിൽ തീപിടുത്തമായി. അങ്ങനെ ഞങ്ങളോട് അവരെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി. ഗ്യാസ് ഉണ്ടായിരുന്നു, വീട്ടിൽ കുക്കിംഗ് ഗ്യാസ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി. പെട്ടെന്നായിരുന്നു, വളരെ ക്വിക്കായിട്ട് തന്നെ കാര്യം നടന്നു എന്നുള്ളതാണ്. ഈ ഫയർ സർവീസ് എത്തിയതുകൊണ്ട് വളരെ വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതിൽ വലിയൊരു അപകടമായി പോയത്. കാരണം അത്രയും വളരെ പെട്ടെന്ന് തീ പടർന്നു. നിലവിലും ആ കെട്ടിടത്തിന്റെ ഇപ്പോഴും തീ ഉണ്ടല്ലേ? 2ാമത്തെ നിലയിൽ ഇപ്പോൾ ഉണ്ട്. ഫയർ സർവീസ് ചെയ്യുന്നുണ്ട്. അവിടെ അവർ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് അവർ. അതായത് ഈ 8:20 കൂടിയാണ് കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായത്. പക്ഷേ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നത്. കാരണം ഈ കെട്ടിടം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും പുറകുവശത്തും ഒക്കെ വീടുകളാണ്. ഈ കെട്ടിടത്തിന്റെ സമീപത്തുള്ള വീടിന്റെ ഷീറ്റിലേക്കും തീ പടർന്നിരുന്നു. നാട്ടുകാരുടെ ഇടപെട്ടാണ് എത്രയും വേഗം തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സ് വരുന്ന സമയം കൊണ്ട് ഇവിടെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. സമീപത്തുള്ള വീടുകളിൽ തീ അണച്ചിട്ടുണ്ട്. വീടുകളിൽ കുക്കിംഗ് ഗ്യാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പെട്ടെന്ന് അതിലേക്ക് തീ പടരുന്നതിന് മുമ്പായി തന്നെ മാറ്റാൻ വേണ്ടി നാട്ടുകാർക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ തീപിടുത്തം ഉണ്ടായ നിമിഷങ്ങൾക്കകം തന്നെ സ്ഥാപനത്തിന്റെ അകത്ത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ പറയുന്ന പോലെ ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കെമിക്കൽസും ഡ്രഗ്സും ഈ കെട്ടിടത്തിന്റെ അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകുകയും ആ ശബ്ദം നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കുകയും ചെയ്തിട്ടുള്ളൂ. എന്തായാലും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഉണ്ടായിരുന്നു. 3 യൂണിറ്റും എത്രയും വേഗം തന്നെ ഇങ്ങോട്ടേക്ക് എത്തി സ്ഥാപനത്തിന്റെ താഴത്തെ നിലയിൽ തീ പൂർണ്ണമായി അണച്ചിട്ടുണ്ട്. നിലവിൽ തീ ഇപ്പോൾ ഉള്ളത് ഈ 2ാമത്തെ നിലയിലാണ്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സംഘം പ്രവേശിച്ചിട്ടുള്ളത്. അവർ അവിടെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. ദിവിഷ്, തിരുവനന്തപുരത്ത് ആര്യശാലയിൽ കണ്ണേറ്റുമുക്കിലാണ് ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടായത്. യൂണിവേഴ്സൽ ഫാർമയിലാണ് തീപിടുത്തം. താഴത്തെ നിലയിലെ തീ അണച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. 2ാമത്തെ നിലയിലെ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടരുന്നു. സമീപത്ത് പെട്ടെന്ന് നാട്ടുകാരൊക്കെ സംയോജിതമായി ഇടപെട്ട് വലിയൊരു തീ കൂടുതൽ പടരുന്ന സാഹചര്യം ഒഴിവാക്കിയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ പോലെ മറ്റ് ഡ്രഗ്സും അത്തരം സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയായതുകൊണ്ട് പെട്ടെന്ന് തീ ആളിപ്പടരാനുള്ള സാധ്യതയുണ്ട്. അത് പരമാവധി പ്രതിരോധിക്കുകയാണ് അഗ്നിരക്ഷാസേന. ജിബിൻ, കൂടുതൽ ഫയർ എഞ്ചിനുകൾ വരേണ്ട സാഹചര്യം ഉണ്ടോ? അതോ നിലവിലുള്ളത് കൊണ്ട് തന്നെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുമോ? ദിവിഷ്, നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. കാരണം എത്രയും വേഗം തന്നെ ഫയർഫോഴ്സ് ഇങ്ങോട്ടേക്ക് എത്തിയെന്നാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വാർഡ് കൗൺസിലർ ഒക്കെ പറയുന്നത്. അതായത് തൊട്ടടുത്ത് തന്നെ ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ട് തീ കൂടുതൽ അടുത്ത സമീപത്തുള്ള വീടുകളിലേക്ക് കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നതിന് മുൻപായി തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഈ സംഭവ സമയത്ത് അതായത് മറ്റ് സ്ഥലങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമം ആദ്യഘട്ടം മുതലേ ഉണ്ടായോ? അപ്പോഴത്തെ ഫയർ സർവീസ് വന്നത് വളരെ പെട്ടെന്ന് തന്നെ അവർ അറിയിച്ചുകൊണ്ട് തന്നെ അവരന്ന് 101 വിളിച്ചു, 112 വിളിച്ചു. ഉടനെ തന്നെ പോലീസ് എത്തി. വളരെ ഞങ്ങൾ നാട്ടിലെല്ലാം കൂടെ അപ്പുറത്തെ വീട്ടിലുള്ള അവരെയൊക്കെ മാറ്റി. ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഈ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, കുഞ്ഞിനെ മാറ്റി. അപ്പോൾ ഒരു കുക്കിംഗ് കേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ അതിന് ഓഫ് ചെയ്തിട്ട് പോലീസിനോട് പറഞ്ഞു. അവർ വന്ന് അതിനൊക്കെ എടുത്ത് മാറ്റി. ഉടൻ തന്നെ പോലീസ് എത്തി എന്നുള്ളത്. ആദ്യത്തെ പൊട്ടിത്തെറി തന്നെ പോലീസിന് എത്തി.
പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് എത്തി എന്നുള്ളതാണ്. പോലീസ് എത്തി തന്നെ ഉടൻ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫയർ സർവീസ് വന്നോടെ തന്നെ അവർ വർക്ക് അങ്ങ് തുടങ്ങി. അവർ വളരെ ക്വിക്കായിട്ട് വർക്ക് തുടങ്ങി. പോലീസിൻ്റെയും ഫയർ സർവീസിൻ്റെയും വളരെ ഇടപെടൽ ശക്തമായി വന്നിട്ടുണ്ട് അതിനകത്ത്. ദിവിഷ തന്നെയാണ്. കാരണം ഇവിടെ ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് തന്നെ സമീപത്തെ വീടുകളിൽ നിന്ന് അവിടെ കൈക്കുഞ്ഞുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ കൈക്കുഞ്ഞിനെ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പോലീസ് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിയതാണ് ഈ ശ്രമങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാർ, ഇവിടെ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ? അതായത് സമീപത്ത് ഇവിടെ നിന്ന് വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഈ രണ്ടാമത്തെ നിലയിൽ അവശേഷിക്കുന്ന തീ കൂടി അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. അതും ഏകദേശം വിജയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ കാണുന്ന ഈ പോർഷനിലാണ്, രണ്ടാമത്തെ നിലയിലാണ്, ഈ വെട്ടം കാണുന്ന പോർഷനിലാണ് നേരത്തെ തീ ഉണ്ടായിരുന്നത്, രണ്ടാമത്തെ നിലയിൽ ഉണ്ടായിരുന്നത്. അതും ഇപ്പോൾ ഫയർഫോഴ്സ് അണച്ചിട്ടുണ്ട്. കൂടുതൽ സാധനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ദിവിഷ്. ശരി.